വെൽക്കം ടു ഗ്രേസ് പാത്ത്. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രധാന ധർമ്മം ശരീരകോശങ്ങൾക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിനായി അവയെ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനിലെ അയണാണ്. മതിയായ അളവിൽ നമ്മുടെ ശരീരത്തിൽ അയൺ സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് ഈ ഒരു ധർമ്മം നിർവഹിക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ മതിയായ അളവിൽ അയൺ സ്റ്റോർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് സിറം ഫെറിറ്റിൻ ടെസ്റ്റ്. സാധാരണയായി അനീമിയ അഥവാ വിളർച്ച ഉള്ള എല്ലാ ആളുകൾക്കും ഡോക്ടേഴ്സ് സിറം ഫെറിറ്റിൻ ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. ഇത് അവർക്കുണ്ടായിരിക്കുന്ന വിളർച്ച അയണിൻ്റെ കുറവ് കൊണ്ടാണോ എന്ന് കണ്ടെത്തേണ്ടതിനാണ്. എന്താണ് സിറം ഫെറിറ്റിൻ? അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നോർമൽ വാല്യൂ എത്രയാണ്? വിളർച്ചയുടെ കാരണം കണ്ടെത്താൻ സിറം ഫെറിറ്റിൻ ടെസ്റ്റ് നമ്മെ എങ്ങനെ സഹായിക്കുന്നു? സിറം ഫെറിറ്റിന് മാറ്റം വരുത്തുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? സിറം ഫെറിറ്റിൻ റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോശങ്ങളുടെ ഉള്ളിലായി കാണപ്പെടുന്നതും അയൺ സ്റ്റോർ ചെയ്യുന്നതുമായ ഒരു പ്രോട്ടീനാണ് ഫെറിറ്റിൻ. സ്റ്റോർ ചെയ്യപ്പെടുന്ന അയൺ നിയന്ത്രിതമായ അളവിൽ രക്തത്തിലെ പ്ലാസ്മയിലേക്ക് റിലീസ് ചെയ്യുന്നത് വഴി അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാതെയും അയൺ ഓവർലോഡ് വരാതെയും നോക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ധർമ്മം. ഇനി ഈ അയൺ റെഗുലേറ്റ് ചെയ്യുന്നതല്ലാതെ മറ്റെന്തൊക്കെ ധർമ്മമാണ് ഫെറിറ്റിനുള്ളതെന്ന് നോക്കാം. അയൺ സ്റ്റോർ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിലും ഫെറിറ്റിന് ഒരു റോളുണ്ട്. ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർവീഴ്ച എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, ഉദാഹരണത്തിന് ഓക്സിജൻ ലെവൽ കുറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ സിറം ഫെറിറ്റിൻ്റെ അളവ് കൂടും. ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കൂടുന്ന പ്രോട്ടീൻസിന് നമ്മൾ അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന സി റിയാക്റ്റീവ് പ്രോട്ടീൻ അഥവാ CRP ഇത്തരത്തിലുള്ള ഒരു അക്യൂട്ട് ഫേസ് പ്രോട്ടീന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സിറം ഫെറിറ്റിനും ഒരു ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ ഉയരാനിടയാകുന്നു. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ COVID-19 വന്നിരുന്ന സമയത്ത് രക്തത്തിലെ സിറം ഫെറിറ്റിൻ COVID-19 ആ രോഗത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഒരു പ്രധാന തോതായി കണക്കാക്കിയിരുന്നു. ഇനി സിറം ഫെറിറ്റിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 2 തരം യൂണിറ്റുകളിലായിരിക്കും സിറം ഫെറിറ്റിൻ വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് നാനോഗ്രാം പെർ ml എന്ന യൂണിറ്റിലും മറ്റൊന്ന് മൈക്രോഗ്രാം പെർ ലിറ്റർ എന്ന യൂണിറ്റിലും. പക്ഷേ ഈ 2 യൂണിറ്റും ഇക്വലൻ്റ് ആണ്. യൂണിറ്റ് വ്യത്യാസപ്പെട്ടിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. പക്ഷെ ലാബുകൾ തമ്മിൽ നോർമൽ റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. സാധാരണയായി ഒരു മുതിർന്ന പുരുഷന് 12 to 300 നാനോഗ്രാം പെർ ml ആണ് സിറം ഫെറിറ്റിൻ്റെ നോർമൽ വാല്യൂ. ഒരു മുതിർന്ന സ്ത്രീക്ക് 12 to 150 നാനോഗ്രാം പെർ ml. കുട്ടികൾക്ക്, പ്രത്യേകിച്ചും 6 മാസത്തിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 50 മുതൽ 140 നാനോഗ്രാം പെർ ml. 1 മാസത്തിനും 5 മാസത്തിനും ഇടയിലുള്ള കുട്ടികൾക്ക് 50നും 200 നാനോഗ്രാം പെർ ml ഇടയിലും, അതുപോലെ തീരെ ചെറിയ കുട്ടികൾ, ഏകദേശം 1 മാസം പ്രായമുള്ള കുട്ടികൾക്ക് 25നും 200 നാനോഗ്രാം പെർ ml ഇടയിലായിരിക്കും
സിറം ഫെറിറ്റിൻ്റെ നോർമൽ അളവ്. ഇനി എങ്ങനെയാണ് നമ്മൾ സിറം ഫെറിറ്റിൻ്റെ അളവിലുള്ള കുറവ്, കൂടുതൽ ഇവയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? സിറം ഫെറിറ്റിൻ്റെ അളവ് 30 നാനോഗ്രാം/ml താഴെയാണെങ്കിൽ അത് ഒരു അയൺ ഡെഫിഷ്യൻസിയെ കാണിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഫുഡിലോ ഒക്കെയുള്ള അയണിൻ്റെ അളവ് ക്രമപ്പെടുത്തി ഫെറിറ്റിൻ നോർമലാക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കും. എന്നാൽ 10 നാനോഗ്രാം/ml അതിലും സിറം ഫെറിറ്റിൻ കുറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ തന്നെയാണെന്ന് ഉറപ്പാക്കാം. അപ്പോൾ സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 10 നാനോഗ്രാം/ml കുറയുന്നത് തീർച്ചയായിട്ടും അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ മാസമുറയുള്ള സ്ത്രീകളിൽ സിറം ഫെറിറ്റിൻ്റെ അളവ് 150 നാനോഗ്രാം/ml അതുപോലെ മറ്റു സ്ത്രീകളിലും പുരുഷന്മാരിലും സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 200 നാനോഗ്രാം/ml കൂടുന്നത് അയൺ ഓവർലോഡിനുള്ള റിസ്ക്കായി കണക്കാക്കാം. എന്നാൽ സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 500 നാനോഗ്രാം/ml കൂടുതലാണെങ്കിൽ അത് അയൺ ഓവർലോഡായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 10 നാനോഗ്രാം/ml കുറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയായും, അതുപോലെ സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 500 നാനോഗ്രാം/ml കൂടിയാൽ അത് അയൺ ഓവർലോഡായും കണക്കാക്കാം. ഇനി സിറം ഫെറിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കാണുന്ന ചില അവസ്ഥകളെ പറ്റിയാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിറം ഫെറിറ്റിൻ വാല്യൂ കുറവായിട്ട് കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ്. അതായത് ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലമുണ്ടാകുന്ന വിളർച്ച. ഇത് ആഹാരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറവ് മാത്രം നാം കഴിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആഹാരത്തിലുള്ള ഇരുമ്പിൻ്റെ അംശം നോർമലായിരിക്കെ തന്നെ അത് നമ്മുടെ കുടലിൽ നിന്ന് ആഗിരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. നമ്മുടെ ചെറുകുടലിൽ നിന്നാണ് അയൺ അബ്സോർബ് ചെയ്യപ്പെടുക. അപ്പോൾ ചെറുകുടലിനുണ്ടാകുന്ന രോഗങ്ങളും മറ്റു അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാം. അത്തരം അവസരങ്ങളിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാം. മറ്റൊരു കാരണം ദീർഘകാലമായിട്ടുണ്ടാകുന്ന രക്തനഷ്ടമാണ്. നമുക്കറിയാം, ചില ആളുകളിൽ പൈൽസ് അല്ലെങ്കിൽ അൾസർ, നമ്മുടെ ദഹനേന്ദ്രിയത്തിലുണ്ടാകുന്ന അൾസർ, അതൊക്കെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് വർഷങ്ങളോളം നിലനിൽക്കുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകാം. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ രക്തനഷ്ടവും കുറേ കാലങ്ങളായി നിൽക്കുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകാം. പ്രധാന കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിലും സിറം ഫെറിറ്റിൻ ലെവൽ കുറയാനുള്ള മറ്റു ചില കാരണങ്ങളാണ് തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറയുന്ന അവസ്ഥ, അതായത് ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, സീലിയാക് ഡിസീസ്, അത് ചെറുകുടലിന് ഉണ്ടാകുന്നൊരു രോഗമാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങളിലൊക്കെ സിറം ഫെറിറ്റിൻ്റെ അളവ് കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സിറം ഫെറിറ്റിൻ ലെവൽ കൂടുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സിറം ഫെറിറ്റിൻ ഒരു അക്യൂട്ട് ഫേസ് പ്രോട്ടീനാണ്. അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സിറം ഫെറിറ്റിൻ്റെ ലെവല് കൂടാനായിട്ട് ഇടവരും. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം. അത്തരം അവസരങ്ങളിലൊക്കെ പെട്ടെന്ന് സിറം ഫെറിറ്റിൻ്റെ ലെവല് കൂടും. അതുകൂടാതെ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫങ്ഷൻ കൂടുന്ന അവസ്ഥ, ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ നമ്മുടെ ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, പിന്നെ രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂടുന്ന ഒരു പാരമ്പര്യ രോഗം, അതാണ് ഹീമോക്രോമറ്റോസിസ്, പിന്നെ തലസീമിയ പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് തുടർച്ചയായി നമുക്ക് ചുവന്ന രക്താണുക്കൾ ട്രാൻസ്ഫ്യൂഷനായി നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ തുടർച്ചയായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന ആളുകളിലും ഫെറിറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാം. അതുപോലെ ചില ക്യാൻസറുകൾ, ഉദാഹരണമായിട്ട് ലുക്കീമിയ,
ലിംഫോമ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഇവയിലൊക്കെ സീറം ഫെറിറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാം. ഇനി സിറം ഫെറിറ്റിൻ റിപ്പോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ റിപ്പോർട്ടിൽ തന്നെ കാണാം, ഇത് സിറം ഫെറിറ്റിൻ്റെ വാല്യൂ 75 നാനോഗ്രാം/ml ആണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് റേഞ്ചും താഴെ കൊടുത്തിട്ടുണ്ട്. 30 മുതൽ 400 നാനോഗ്രാം/ml ആണ് ഈ ലാബിൽ അവരുടെ നോർമൽ റെഫറൻസ് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഇൻ്റർപ്രിട്ടേഷനും എഴുതിയിട്ടുണ്ട്. അതായത് ഇത് നോർമലാണ്. 30 മുതൽ 400 നാനോഗ്രാം/ml നോർമൽ റേഞ്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും 75 എന്ന് പറയുന്നത് നോർമൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പേഷ്യൻറ്റിൻ്റെ അയൺ സ്റ്റോർ ആഡിക്വേറ്റ് ആണ് എന്നുള്ളതാണ് ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സിറം ഫെറിറ്റിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിൽക്കുന്ന രോഗങ്ങളിലൊക്കെ ഉയർന്നു കാണാൻ സാധ്യതയുള്ളൊരു പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ വിളർച്ചയുള്ളപ്പോൾ സിറം ഫെറിറ്റിൻ്റെ ലെവല് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ശ്രദ്ധയോടെ വേണം. അതായത് ഉദാഹരണത്തിന് ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ഇൻഫെക്ഷനോടൊപ്പം വിളർച്ച കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് സിറം ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ്റെ സമയത്ത് സിറം ഫെറിറ്റിൻ ഉയരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞു, ഇതൊരു അക്യൂട്ട് ഫേസ് പ്രോട്ടീനാണ്. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ സിറം ഫെറിറ്റിൻ്റെ വാല്യൂ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ പേഷ്യൻറ്റിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിൽ കൂടി അയാളുടെ സിറം ഫെറിറ്റിൻ ലെവൽ ഉയർന്നു നിൽക്കാനായിരിക്കും സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം സിറം ഫെറിറ്റിൻ റിപ്പോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് കുട്ടികളിലാണെങ്കിൽ 30 നാനോഗ്രാം/ml കുറവായാൽ അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയായി കണക്കാക്കാം. മുതിർന്നവരിൽ 70 നാനോഗ്രാം/ml കുറവാണെങ്കിൽ അത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഒരു ക്രോണിക് ഇൽനെസ്, അതായത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു രോഗം ഈ പേഷ്യൻറ്റിനുണ്ടെങ്കിൽ നമുക്ക് ഇനി 100 നാനോഗ്രാം/ml താഴെയാണെങ്കിൽ പോലും ആ വാല്യൂ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയായിട്ട് എടുക്കും. അതാണ് നമ്മൾ സിറം ഫെറിറ്റിൻ റിപ്പോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമുക്ക് ആ പേഷ്യൻ്റെ CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടി ചെയ്തു നോക്കാം. CRPയും എലിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം സിറം ഫെറിറ്റിനും എലിവേറ്റഡ് ആവാനാണ് സാധ്യത. അപ്പം അത്തരം അവസരങ്ങളിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം അയൺ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അയൺ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ സിറം ഫെറിറ്റിൻ കൂടാതെ സിറം അയൺ, ട്രാൻസ്ഫെറിൻ സാച്ചുറേഷൻ, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, അത്തരം വാല്യൂസ് കൂടി നമ്മൾ നോക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ കണ്ടെത്താനായിട്ട് സാധിക്കും. അയൺ പ്രൊഫൈൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഈ വീഡിയോ സിറം ഫെറിറ്റിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു.